വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. പ്രാകാരം വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും. പ്രാകാരത്തിലും വിശുദ്ധ സ്ഥലത്തിലും പുരോഹിതന് എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാം, എപ്പോൾ വേണമെങ്കിലും ശുശ്രൂഷ ചെയ്യാം, യാഗങ്ങൾ നടത്താം. ആ അപ്പമിരിക്കുന്ന പാത്രവും ആ വിളക്കും ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. ശുശ്രൂഷ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ മോശയോട് ദൈവം പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എൻ്റെ ജനത്തിന് കൽപ്പന കൊടുക്കണം. ആ കൽപ്പനയോട് കൂടെ ദൈവം കൊടുത്ത അടുത്ത പലകയാണ്, എനിക്ക് വന്ന് വസിക്കേണ്ടതിന് ഒരാലയം എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. അപ്പോൾ ആലയം എന്ന് പറയുന്നത് അന്ന് ദൈവം സമാഗമന കൂടാരം അന്ന് പണിയാൻ ഈ മോശയോട് ദൈവം പറഞ്ഞത്, ദൈവത്തിന് ആണ്ടിലൊരിക്കലെങ്കിലും ഇവരുടെ അടുക്കലൊന്ന് എന്ത് ചെയ്യണം, ഇറങ്ങി വരണമെന്നുള്ളതാണ്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് മാറിയപ്പോൾ കളം മാറി. പുതിയ നിയമത്തിലേക്ക് മാറിയപ്പോൾ കളർ മാറി, സ്ഥാനം മാറി. പുതിയ നിയമത്തിൽ വന്നപ്പോൾ ഒരു വാതിലും പിന്നെ കുറേ ആമേൻ ചുറ്റും വിളക്കും അതിന് വിരികളും ഒക്കെയുള്ള ഒരാലയമായി അല്ല പുതിയ നിയമത്തിൽ കാണുന്നത്. പുതിയ നിയമത്തിൽ വായിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ, ഉണ്ടോ, നിങ്ങൾ ദൈവത്തിൻ്റെ. പഴയ നിയമത്തിൽ സമാഗമന കൂടാരം ദൈവത്തിൻ്റെ മന്ദിരമായി കണ്ടപ്പോൾ ആണ്ടിലൊരിക്കൽ പുരോഹിതന് അകത്ത് കയറി ശുശ്രൂഷ ചെയ്യാൻ അർഹതയുള്ളപ്പോൾ അത് ആ പുരോഹിതൻ ശുദ്ധീകരിച്ച് കഴുകി വെടിപ്പാക്കി മനസ്സ് ശരീരം ശുദ്ധീകരിച്ചിട്ട് മാത്രമേ അകത്ത് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, കയറാൻ പറ്റുകയുള്ളൂ. ആ പുരോഹിതൻ്റെ അരയ്ക്ക് ഒരു കയറുണ്ട്. ഈ മൈക്കിൻ്റെ കേബിൾ കിടക്കുന്ന പോലെ അങ്ങേ അറ്റത്തുനിന്ന് ഇങ്ങേ അറ്റത്ത് വരെ ആ കയറിൻ്റെ നീളവും ഉണ്ട്. ഉറിമും തുമ്മിയുമും വസ്ത്രത്തിൻ്റെ വെളുമ്പിൽ കെട്ടിയിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ കൂട്ടിയടിക്കുമ്പോൾ മണിനാദം പോലെയുള്ള ശബ്ദം കേൾക്കും. അപ്പോൾ പുറത്തു നിൽക്കുന്ന വ്യക്തികൾ, ആ ഗോത്രങ്ങൾ, മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ ആ സമാഗമന കൂടാരത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് ചെല്ലുമ്പോൾ, ശുശ്രൂഷ ചെയ്യുമ്പോൾ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഈ ഉറീമും തുമ്മീമും തൂക്കിയിട്ടിരിക്കുന്നതിൻ്റെ ശബ്ദം എന്തു ചെയ്യും, കേൾക്കും. ഇനി കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ ശബ്ദം എന്ത് ചെയ്യത്തില്ല, കേൾക്കില്ല. അതിനർത്ഥം പുള്ളി പോയെന്നാ. പുള്ളി എന്ത് ചെയ്തു, പോയി. അയ്യോ ഞങ്ങളുടെ പുരോഹിതൻ തട്ടിപ്പോയേ എന്നും പറഞ്ഞ് ചാടിക്കേറി അതിവിശുദ്ധ സ്ഥലത്ത് കയറി ഈ പുരോഹിതനെ എടുത്തുകൊണ്ട് വരാൻ പറ്റത്തില്ല. കയറുന്നവനും ചാകും. കാരണം അത്രയ്ക്ക് അതിവിശുദ്ധ സ്ഥലമാണ് ദൈവം ഇറങ്ങി വരാനായിട്ട് മോശയ്ക്ക് കൊടുത്ത സ്കെച്ച്. ഒരാമയും പറഞ്ഞേ, ദൂതിലേക്ക് കയറുന്ന ദൈവത്തിൻ്റെ ആത്മാവിൽ പറയുകയാണ്, അത്രയ്ക്ക് വിശുദ്ധ സ്ഥലമാണ് ആരാധനാലയം എന്ന് പറയുന്നത്. അത് എല്ലാവർക്കും ചാടി കയറി നിൽക്കാൻ പറ്റുന്ന സ്ഥലമല്ല. ഏത് ആരാധന ആലയം, ആരാധന സ്ഥലം എന്ന് പറയുന്നത്. അന്നേരം വീഴും, അന്നേരം ചത്തുപോകും. അപ്പോൾ ഈ പുരോഹിതനെ എടുക്കാനാണ് മുൻകൂട്ടി ഈ അരക്കെട്ട് എന്ത് ചെയ്യുന്നത്, ഈ കയർ വെളിയിലേക്ക് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ആ പുരോഹിതനെ വലിച്ചു പുറത്ത് എന്ത് ചെയ്യണം, കൊണ്ടുവരണം. ഇങ്ങനെ ഇരുന്ന് ശുശ്രൂഷിക്കുന്ന ഒരു പഴയ നിയമ ആരാധന ഈ ഭൂമിയിലുണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷ തുടങ്ങി ദൈവപ്രവൃത്തി ആരംഭിച്ച സമയത്ത്, ഒന്നുകൂടെ പറഞ്ഞാൽ, നിഴലായി പഴയ നിയമത്തിൽ നിന്ന വ്യക്തി പൊരുളായി പുതിയ നിയമത്തിൽ വെളിപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ആ സമാഗമന കൂടാരം മാറി നാം ഓരോരുത്തരും ആലയമായി മാറി, ആലയമായി മാറി. ഇപ്പം നമ്മളിപ്പോൾ ആരാണ്? ദൈവത്തിൻ്റെ ആലയമാണ്. അതുകൊണ്ടാണ് പൗലോസ് വ്യക്തമായിട്ട് പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം. എൻ്റെ ആലയത്തെ നശിപ്പിക്കുന്ന, എൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാനും എന്തു ചെയ്യും, നശിപ്പിക്കും. അപ്പോൾ നമ്മുടെ ശരീരം രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതൽ, സ്നാനപ്പെട്ട ഒരു ദൈവപൈതൽ, അപ്പോസ്തോലിക ഉപദേശം കൈക്കൊള്ളുന്ന ഒരു ദൈവപൈതൽ, അപ്പം നുറുക്കുകൾ അനുഭവിക്കുന്ന ഒരു ദൈവപൈതൽ, അവൻ്റെ ശരീരം എപ്പോഴും വിശുദ്ധമായിരിക്കണം. അതിന് പുറത്തുള്ളവരുടെ കാര്യമല്ല പറയുന്നത്. കാരണം ദൈവം വരാൻ ഈ കാലത്ത് ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും സിമൻറ്റ് മകുടങ്ങളിലല്ല, വഴിയിലിരിക്കുന്ന കുരിശും തൊട്ടിയിലല്ല, ഏതെങ്കിലും പ്രത്യേക രൂപക്കൂടിനകത്തല്ല ദൈവം വരാൻ ആഗ്രഹിക്കുന്നത്.
ആമേൻ. ദൈവം വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പറഞ്ഞാട്ടെ നമ്മുടെ ഹൃദയത്തിലാണ്, നമ്മുടെ ശരീരത്തിലാണ്. അപ്പം ഈ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ എന്തു ചെയ്യും? നശിപ്പിക്കും. അപ്പം നമ്മുടെ ഈ ബോഡി രക്ഷിക്കപ്പെട്ടതിന് ശേഷം, വീണ്ടെടുക്കപ്പെട്ടതിന് ശേഷം ഇത് നമ്മുടേതല്ല, ഇതാരുടേതാണ്? ദൈവത്തിൻ്റെതാണ്. ആ ആലയത്തിനകത്ത് കള്ളോ കഞ്ചാവോ പുകവലിയോ ആമേൻ എന്തെങ്കിലും ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പ്രവൃത്തികൾ, പാപങ്ങൾ, വ്യഭിചാരങ്ങൾ ഇതൊക്കെ കൊണ്ടുവന്നാൽ ദൈവം ഈ ശരീരത്തെ എന്തു ചെയ്യും? നശിപ്പിക്കും.